അന്ന് ദുബായിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ലവ് ലേക്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് ചെയ്യാനാണ് ഗൈസ്, എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണമാണ് കേട്ടോ ഇത് ഇത്രയും ഡിലേ ആയിപ്പോയത്. അങ്ങനെ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഫുള്ള് മരുഭൂമിയാണ് കേട്ടോ. മരുഭൂമിക്കുള്ളിലൂടെയുള്ളൊരു നല്ലൊരു യാത്രയായിരുന്നു ഇത്. പോകുന്ന വഴിയിലാണെങ്കിൽ ഒട്ടകത്തെയും മാനിനെയൊക്കെ കണ്ടു കേട്ടോ. ഇതിനു മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലേസിനെ പറ്റിയിട്ട് അറിയില്ലായിരുന്നു. എന്റെ ബ്രദറിന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വിസിറ്റ് ചെയ്യുന്നത് അവിടെ. അങ്ങനെ കുറേ നേരം മരുഭൂമിക്കുള്ളിലൂടെ യാത്ര ചെയ്ത് കുറേ വണ്ടികളൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ സമാധാനമായത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ഇങ്ങോട്ട് വരുന്തോറും വണ്ടികളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ലായിരുന്നു. എത്രക്കായാലും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഗൈസ്, ഇവിടെ ഫുള്ള് വണ്ടികളാണ് കേട്ടോ. ഇഷ്ടംപോണക്ക് ആൾ ഇതിനുള്ളിലുണ്ട്. ഇതായിരുന്നു കേട്ടോ ഇതിന്റെ എൻട്രൻസ് വരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ ബ്രദറിനെയൊക്കെ കുറേ കളിയാക്കി കേട്ടോ, ഇതിനകത്ത് ഇത്രയും ദൂരെയൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഗൈസ്, എൻ്റെ പൊന്നെ, ഇവിടെ മൊത്തം ഒടുക്കത്താളെന്ന് വെച്ചാൽ ഒടുക്കത്താളായിരുന്നു കേട്ടോ. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ കുറേ അധികം ലേക്കുകൾ ഉണ്ട് കേട്ടോ. എല്ലാം ആർട്ടിഫിഷ്യൽ ലേക്കാണ്. പക്ഷേ ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടാവാം എല്ലായിടത്തും എല്ലാ ലേക്കിലും നല്ല രീതിയിൽ ആളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ വന്നത് ഇവിടെ ആണെന്ന് മാത്രം. നിങ്ങൾ ഈ ഒരു ലേക്ക് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ഒരു ഫോട്ടോ നമ്മുടെ ഗൂഗിളിലൊക്കെ കാണുമല്ലോ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു ലേക്ക് ഫുള്ള് കറങ്ങി ആ ഒരു ലവിൻ്റെ ഷേപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ വിചാരം. പക്ഷെ നടന്നില്ല. നമ്മൾ കാണുന്നത് പോലെ ചെറുതല്ല ഇത്. ഇതിങ്ങനെ കിടക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇതിൽ കുറേ കാണാനുണ്ടെന്ന് പറയുന്നു, പക്ഷെ ഞാനൊന്നും കാണിക്കുന്നില്ലെന്ന്. സത്യം പറഞ്ഞാൽ നടന്നിട്ടും എത്തുന്നില്ല. അതാണ് സത്യം. നമ്മൾ ഓൾറെഡി ബുർജ് ഖലീഫയും അതും ഇതും എല്ലാം കണ്ടിട്ട് നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ഇവിടെ വന്നത്. സോ ദേ കണ്ടില്ലേ, ഇനിയും നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴെങ്ങും വീട്ടിലെത്തത്തില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ലാസ്റ്റ് ഇടയ്ക്ക് ഞങ്ങൾ മുറിച്ച് കിടക്കേണ്ടി വന്നു കേട്ടോ. എന്തായാലും നല്ലൊരു അടിപൊളി ഡേ തന്നെ ആയിരുന്നു കേട്ടോ.